നമ്മളിങ്ങനെ ഇന്ത്യയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയോ? ഇനി ഗ്ലോബലി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ മ്യൂച്വൽ ഫണ്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ പലതും ഡിസേബിൾഡ് ആണ്. ലോകത്തിലുള്ള എല്ലാ സ്റ്റോക്ക് മാർക്കറ്റും കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അതിൽ 4% മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ലോകത്തിന്റെ മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഗ്രോത്തിന്റെ 4% മാത്രമാണ് എക്സ്പോഷർ കിട്ടുന്നത്. അത് മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് 10 കമ്പനീസ് എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം പോലും ഇന്ത്യയിൽ നിന്നില്ല. ഇനി ഇതൊന്നുമല്ല, നമ്മൾ എമർജിംഗ് ആയിട്ടുള്ള ടെക്നോളജീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ നിഫ്റ്റിയുടെ ടോപ്പ് അലോക്കേഷൻ വരുന്നത് പോലും മിക്കതും ഫിനാൻസസിലാണ്. അപ്പോൾ ഗ്ലോബലി ഒരു വലിയ ടെക് മൂവ്മെന്റ് കൊണ്ടുവരുന്ന ഏത് കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എങ്കിലും മിക്കപ്പോഴും ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് അതല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തെ ഇൻവെസ്റ്റിംഗ് അത്യാവശ്യമായിട്ട് വരും. അതിനൊരു എക്സാമ്പിൾ പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം വലിപ്പം ഉണ്ടാവും US-ൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന NVIDIA എന്ന് പറയുന്ന ഒരൊറ്റ കമ്പനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ആണെങ്കിലും എമർജിംഗ് ആയിട്ടുള്ള ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് എങ്കിലും ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ അത്യാവശ്യമാണ്. വെസ്റ്റേൺ IND മണി പോലെയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് ഇന്ത്യയിൽ നിൽക്കുന്ന നമുക്ക് പുറത്തുള്ള രാജ്യങ്ങളിലെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഡിസേബിൾഡ് അല്ലാതെ ഇപ്പോൾ ബാക്കി നിൽക്കുന്ന കുറച്ച് മ്യൂച്വൽ ഫണ്ട്സ് ഉപയോഗിച്ചും നമുക്ക് ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ പല മാർഗ്ഗങ്ങളിൽ കൂടി നമുക്ക് ഈ ഒരു അലോക്കേഷൻ നേടിയെടുക്കാൻ സാധിക്കും. ഒരു കുഞ്ഞ് റീലിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമല്ല, എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫുൾ വീഡിയോ ആയിട്ട് യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി കാണുക.